വേൾഡ് ഫോട്ടോഗ്രാഫി ദിനത്തിൽ വൈവിധ്യങ്ങളായ മനോഹരമായ ഹൃദയസ്പർശിയായ ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ചിത്രത്തെക്കുറിച്ചല്ല, ചിത്രമെടുപ്പിന് പിന്നിൽ എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തെക്കുറിച്ചാണ് ഇന്നത്തെ കഥ. സ്റ്റോറി ബിഹൈൻഡ് മൈ പിക്ചേഴ്സ്. എൻ്റെ ചിത്രങ്ങൾക്ക് പിന്നിലെ കഥകളിലേക്ക് സ്വാഗതം. ഒരു പ്രസ് ഫോട്ടോഗ്രാഫറെ സംബന്ധിച്ച് പ്രസ് കോൺഫറൻസ് കവർ ചെയ്യുക എന്ന് പറയുന്നത് ചില സമയത്തൊക്കെ വളരെ മടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം പ്രത്യേകിച്ച് വ്യത്യസ്തത ഒന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു ചിത്രമായിരിക്കും അതിൽ നിന്ന് കിട്ടുക. മിക്കവാറും ഒരു ഹെഡ് ഷോട്ടായിരിക്കും. ആ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കുന്ന വിഷയം അത്രയ്ക്ക് പ്രധാനപ്പെട്ടതല്ലെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്ന ചിത്രം പ്രസിദ്ധീകരിക്കുന്നത് പോലും സംശയമായിരിക്കും. പക്ഷേ അതേസമയം വളരെ പ്രധാനപ്പെട്ട പല ചിത്രങ്ങളും ഉണ്ടായിട്ടുള്ളതും ഇത്തരം പ്രസ് കോൺഫറൻസിൽ നിന്ന് തന്നെയാണ്. ഉദാഹരണത്തിന്, കേരളത്തിലെ സോളാർ കേസുമായി ബന്ധപ്പെട്ട ഒരു പ്രതി ഒരു പത്രസമ്മേളനം വിളിക്കുകയും ആ പത്രസമ്മേളനത്തിനിടെ കോടതിയിലേക്ക് അവർ കൊടുത്തു എന്ന് അവകാശപ്പെടുന്ന ഒരു കത്തിൻ്റെ കോപ്പി ഉയർത്തി കാണിക്കുകയും ആ ഉയർത്തി കാണിച്ച ചിത്രത്തിൽ ആ കേസുമായി ബന്ധപ്പെട്ട കേരളത്തിലെ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയുടെ പേര് പതിഞ്ഞതും നമ്മളെല്ലാവരും കണ്ടതാണ്. 2 ദിവസത്തോളം കേരളത്തിലെ പത്രങ്ങളുടെയും ചാനലുകളുടെയും പ്രധാന വാർത്തകളായി മാറിയത് ഈ ഒരൊറ്റ ചിത്രത്തിൽ നിന്നുണ്ടായ ഡെവലപ്മെൻറ്റ്സ് മൂലമാണ്. പ്രസ് കോൺഫറൻസുകൾക്ക് പോകുമ്പോൾ ഒരു പ്രധാന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരിക്കലും കൃത്യസമയത്ത് തുടങ്ങാറില്ല. ഒരുപാട് സമയം അതിനു വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വരും. അത്തരം സിറ്റുവേഷൻസിൽ ഞാൻ ചെയ്യാറ്, കൗതുകകരമായ മറ്റെന്തെങ്കിലും ചിത്രങ്ങൾ സമീപ പ്രദേശത്ത് നിന്ന് കിട്ടുമോ എന്നറിയാനായി ഞാൻ ശ്രമിക്കുകയും അതല്ലെങ്കിൽ സഹ ഫോട്ടോഗ്രാഫേഴ്സുമായി സംസാരിച്ച് സമയം കളയുകയാണ് ചെയ്യാറ്. അന്നത്തെ ദിവസം UAE ഫുട്ബോൾ അസോസിയേഷൻ കണ്ടക്ട് ചെയ്ത ഒരു പ്രസ് കോൺഫറൻസ് ആയിരുന്നു എനിക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. രാവിലെ വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ദിവസമാണ്. ഷെയ്ഖ് സായിദ് റോഡിലുള്ള ഒരു ഹോട്ടലിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അവിടെ എത്തി. പതിവ് പോലെ തന്നെ അവിടെ ആരും എത്തിയിട്ടില്ല. ഒരുപാട് സമയം കാത്തിരുന്നാൽ മാത്രമേ ആ ചടങ്ങ് തുടങ്ങൂ എന്നെനിക്ക് മനസ്സിലായി. അപ്പോഴേക്കും എൻ്റെ പല സുഹൃത്തുക്കളായ ഫോട്ടോഗ്രാഫേഴ്സും എത്തി. ഞങ്ങളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഷെയ്ഖ് സായിദ് റോഡിൽ കൂടെ കാണുന്ന ദൃശ്യങ്ങളുടെ ചിത്രങ്ങളെടുത്തു. അപ്പോഴാണ് ഒരു ഫോട്ടോഗ്രാഫർ അദ്ദേഹത്തിന് പുതുതായി കിട്ടിയ ക്യാമറയുമായിട്ട് ആ വെന്യൂവിലേക്ക് വരുന്നത്. ഞങ്ങൾക്കിടയിലേക്ക് ഒരു പുതിയ ക്യാമറ വരുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ഞങ്ങൾ ഈ ക്യാമറയുടെ പുതിയ ടെക്നോളജിയെക്കുറിച്ച് അതിൻ്റെ ഒരുപാട് പുതിയ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും വളരെ എക്സൈറ്റഡായി നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ആ പ്രസ് കോൺഫറൻസിൽ സംസാരിക്കേണ്ട UAE ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ മുഹമ്മദ് ഖൽഫാനും UAE നാഷണൽ ടീമിൻ്റെ കോച്ചായിട്ടുള്ള ബ്രൂണോ മെറ്റ്സും ഞങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയത്. ആ പ്രസ് കോൺഫറൻസ് തുടങ്ങാൻ ഇനിയും സമയമെടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ എക്സൈറ്റഡായി സംസാരിച്ചുകൊണ്ടിരുന്ന ആ ക്യാമറയുടെ കാര്യങ്ങളെക്കുറിച്ചും അത് കൂടുതൽ ആളുകൾ ആ ക്യാമറയിൽ ചിത്രമെടുക്കാനും ഒക്കെ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ക്യാമറയെക്കുറിച്ച് സംസാരിച്ച് നിന്നതുകൊണ്ട് ഫോട്ടോഗ്രാഫേഴ്സ് ആരും ഉടൻ തന്നെ ആ മുറിയിലേക്ക് കയറിയതുമില്ല. ഞാനാകട്ടെ ഈ പുതുതായി ക്യാമറ കൊണ്ടുവന്ന ഫോട്ടോഗ്രാഫറുമായിട്ട് എനിക്ക് അത്ര വലിയ ഗാഠമായൊരു ഫ്രണ്ട്ഷിപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ അധികം സമയം നിൽക്കാൻ തോന്നിയില്ല. അതുകൊണ്ട് തന്നെ കോൺഫറൻസ് നടക്കുന്ന മുറിയിലേക്ക് ഞാൻ കയറി. അവിടെ ആ സമയത്ത് ഏകദേശം ചടങ്ങ് തുടങ്ങാൻ പോവുകയായിരുന്നു. ഞാൻ വളരെ അലക്ഷ്യമായി UAE കോച്ചിനെ ഫ്രെയിം ചെയ്തുകൊണ്ട്, ബ്രൂണോയെ ഫ്രെയിം ചെയ്തുകൊണ്ട് വളരെ ലേസിയായി വളരെ അലക്ഷ്യമായിട്ടൊരു ഷോട്ട് ഞാൻ എടുത്തു. അതെടുത്ത് കഴിഞ്ഞ ഉടനെ എൻ്റെ ഫോൺ റിങ് ചെയ്തു. അപ്പോൾ ഒരു കോൺഫറൻസ് ഹോളിൽ വെച്ചിട്ട് ഫോണിൽ സംസാരിക്കുന്നത് ഒരു മര്യാദയല്ലല്ലോ. ഞാൻ എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഞാൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. കുറച്ച് ഫ്യൂ സെക്കൻഡ്സ് ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ UAEയുടെ കോച്ചായ ബ്രൂണോ മെറ്റ്സു ഞങ്ങൾക്ക് മുന്നിലൂടെ പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് കണ്ടു. കുറച്ച് സെക്കൻഡുകൾക്ക് ശേഷം എൻ്റെ ഫോൺ കോൾ അവസാനിപ്പിച്ച ശേഷം ഞാൻ വീണ്ടും ഹാളിലേക്ക് കയറി. എനിക്ക് മുന്നേ തന്നെ ബാക്കി ഫോട്ടോഗ്രാഫേഴ്സും കയറിയിരുന്നു. ഞങ്ങൾ ഹാളിനകത്തേക്ക് കയറുമ്പോൾ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡൻ്റായ ഖൽഫാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ടീം കോച്ചായ ബ്രൂണോ മെറ്റ്സു ഇരുന്ന് കസേര ഒഴിഞ്ഞു കിടക്കുന്നു. അദ്ദേഹം പുറത്തേക്ക് പോയതാണല്ലോ. അദ്ദേഹം തിരിച്ചു വന്നതിന് ശേഷം ചിത്രമെടുക്കാമെന്ന് കരുതി. എങ്കിൽ മാത്രമല്ല അതിനൊരു കംപ്ലീഷനുള്ളൂ. അതിനുവേണ്ടി കാത്തിരുന്നു. കുറച്ച് മിനിറ്റുകളായിട്ടും അദ്ദേഹത്തെ കാണുന്നില്ല. ടീം കോച്ചായ ബ്രൂണോ ഉടൻ എത്തുമെന്ന് കരുതിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചെയർ ഒഴിഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. ഖൽഫാൻ അറബിക്കിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ് അവർ കൃത്യമായി പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായില്ല.
പിന്നീട് ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം അദ്ദേഹം ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ബ്രൂണോ ടീം കോച്ച് എന്ന സ്ഥാനം രാജിവെച്ച് പോയി കഴിഞ്ഞു. അദ്ദേഹം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ രാജിവെക്കുന്നു, ഇതുവരെ എനിക്ക് നൽകിയ പ്രോത്സാഹനത്തിന് നന്ദി എന്ന ഒരൊറ്റ വാചകം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പുറത്തേക്കിറങ്ങി പോകുന്ന കാഴ്ചയാണ് ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടത്. രാജ്യത്തെ സ്പോർട്സിനെ സംബന്ധിച്ച് വളരെ ഷോക്കിംഗ് ആയൊരു ഡെവലപ്മെൻറ്റാണ് അദ്ദേഹത്തിൻ്റെ രാജി. ആ രാജി അനൗൺസ് ചെയ്യുന്ന ചിത്രം ഇല്ല എന്ന് പറഞ്ഞാൽ അത് പോയി ഫോട്ടോ എടുക്കാൻ പോയ ആളുകളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. സാധാരണ ഞാനൊരു ചിത്രം എടുത്തു കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് പിന്നിലെ LCD നോക്കി എല്ലാ ചിത്രങ്ങളും റിവ്യൂ ചെയ്യുന്നൊരു ശീലമില്ല. വളരെ കഷ്ടപ്പെട്ട് അത്തരം ശീലം ഞാൻ ഒഴിവാക്കിക്കൊണ്ട് വന്നതാണ്. പക്ഷേ ഒരു ചിത്രം റിവ്യൂ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഇത്ര എക്സൈറ്റ്മെൻറ്റില്ല, ആ ചിത്രം എങ്ങനെയായിരിക്കുമെന്ന് എനിക്കറിയില്ല. കാരണം ബ്രൂണോയുടെ ഞാൻ എടുത്ത ഏക ഫ്രെയിം അതാണ്. ഏറെ ചങ്കിടിപ്പോടു കൂടിയാണ് ഞാൻ ആ ചിത്രം കാണുന്നത്. ചിത്രം കണ്ടപ്പോഴേ എനിക്ക് സമാധാനമായി. ബ്രൂണോ മിറ്റ്സു ഏറ്റവും ഹെവിയായ എക്സ്പ്രഷനോട് കൂടി അല്പം മുകളിലേക്ക് നോക്കുന്നൊരു ചിത്രം. ബാനറിലുള്ള ഫുട്ബോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിന്നിൽ വളരെ കൃത്യമായി, ശരിക്കും ഒരു ഹെഡ് ചെയ്യുന്ന പോലുള്ളൊരു ഭാവം. ബ്രൂണോ മിറ്റ്സുവിൻ്റെ രാജ്യവാർത്തയ്ക്ക് ഒരു പ്രസ് കോൺഫറൻസിൽ നിന്ന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല ചിത്രം. ഡീഗോ മറഡോണയുടെ ഗോളിനെ ദൈവത്തിൻ്റെ കൈ എന്ന് വിശേഷിപ്പിച്ചതുപോലെ ഈ ചിത്രത്തിൻ്റെ പിന്നിലും ദൈവത്തിൻ്റെ കൈ പ്രവർത്തിച്ചിട്ടുണ്ടാകുമോ? എൻ്റെ ചിത്രങ്ങളുടെ പിന്നിലെ കഥയ്ക്കൊപ്പം സഞ്ചരിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. അടുത്ത കഥകളുമായി നമുക്ക് വീണ്ടും കാണാം.